ഞാൻ ഗിവ് എവേയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ നാളെ രാവിലെ 10 മണിക്കാണ് ഗിവ് എവേ ചെയ്യാനുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നത്. രാവിലെ 10 മണിക്ക് മറക്കാതെ കാണുക. രാത്രിയല്ല, രാവിലെ 10 മണിക്കാണ്. അതിൽ ഗിവ് എവേക്ക് വേണ്ടിയുള്ള നിബന്ധനകൾ ഞാൻ ഇടുന്നുണ്ട്, മറക്കാതെ കാണുക. ഇത് നമുക്ക് റിവ്യൂ ചെയ്യാനുള്ളത് ഗിസ മാവ്രോ. ഈ ഒരു പെർഫ്യൂം ഇവിടെയുള്ള ഒരു പള്ളിയിൽ പ്രീസ്റ്റ് ആണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. അദ്ദേഹം ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് പെർഫ്യൂംസിന്റെ കളക്ഷൻസ് ഉള്ള അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫ്രഷ് പെർഫ്യൂം ഇഷ്ടമാണെങ്കിൽ ഗിസയുടെ മാവ്രോ ഒന്ന് ട്രൈ ചെയ്യണം. നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള 1-2 പെർഫ്യൂമിന്റെ ഒരു സിമിലാരിറ്റി തോന്നുന്ന ഒരു പെർഫ്യൂമാണ്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. പെർഫോമൻസ് ഉണ്ട്. ഇദ്ദേഹത്തിന് ഒരുപാട് കോംപ്ലിമെന്റ് പല അച്ഛന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. പലരും ഇദ്ദേഹം ട്രൈ ചെയ്തിട്ട് ആ സ്മെല്ല് കിട്ടി മറ്റുള്ളവർ അത് വാങ്ങുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം വാങ്ങിയത് ഏകദേശം 1-2 ആഴ്ചയായി. അപ്പോൾ ഇന്നലെ രാവിലെ ഒരു 9 മണിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അവര് മാൻസറയുടെ സിംഗറ്ററെ, അത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഫ്രഷ് പെർഫ്യൂമാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ് പെർഫ്യൂമാണ് സിംഗറ്ററെ. അപ്പൊ അതിന്റെ ഒരു 10 ml ഡീക്ക് എൻ്റെ നേരിട്ട് വന്ന് കളക്ട് ചെയ്യാന്ന് പറഞ്ഞ് ലൊക്കേഷനിൽ വന്നിരുന്നു. അപ്പൊ ഏത് പെർഫ്യൂം അടിച്ചിട്ട് പോകണമെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഞാൻ. എനിക്കാണെങ്കിൽ പുറത്ത് പോകേണ്ട സാഹചര്യം 1-2 സ്ഥലങ്ങളും പോകാനുണ്ട്. അപ്പൊ എന്തായാലും വെയിലത്ത് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും, ബാങ്കിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 2-3 മണിക്കൂർ വെയിലത്ത് നിൽക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി ഏത് പെർഫ്യൂം ട്രൈ ചെയ്യണം എന്നൊരു ആശങ്ക. കുറെ അധികം പെർഫ്യൂം വാങ്ങി വെച്ചിട്ടുമുണ്ട്. ഈ കൂട്ടത്തിൽ ഏത് ട്രൈ ചെയ്യും? അങ്ങനെ ബോക്സിനകത്തിരുന്ന ഈ ഒരു ഗിസ മാവ്രോ എന്തായാലും ഫ്രഷ് ആണല്ലോ, ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ ഒരു നോട്ടും എനിക്കറിയില്ല. കവർ പൊട്ടിച്ചു, അടിച്ച അന്ന് തന്നെ എനിക്ക് 2 കോംപ്ലിമെന്റും കിട്ടി. അതുകൊണ്ട് ഇന്ന് ആദ്യമേ തന്നെ ഈ ഒരു പെർഫ്യൂം ചെയ്യാന്ന് വിചാരിച്ചു. വേറെയും കുറെ പെർഫ്യൂം ഒക്കെ ഞാൻ ഫസ്റ്റ് പാർട്ട് എടുത്ത് വെച്ചിട്ട് 2ാം ഭാഗം എടുക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു, സ്വിസ്വറേമിന്റെ ടൈഫ് ഒക്കെ. പക്ഷെ അത് മാറ്റി വെച്ചിട്ട് ഇത് ചെയ്യാനുള്ള കാരണം എനിക്ക് ഇന്നലെ ഇതിന്റെ കോംപ്ലിമെന്റ് കിട്ടിയതാണ്. അപ്പൊ പെർഫ്യൂം ഇതാണ് ഗിസ മാവ്രോ. ബോക്സ് ഡിസൈൻ വരുന്നത് നല്ലൊരു കട്ടിയുള്ള ഒരു ബോക്സ് ഡിസൈൻ ആണ്. ഒരു ലെതർ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്, സിഗ്നേച്ചർ കളക്ഷൻസ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗിസ എന്ന ലോഗോ കാണാം. ഇവിടെ എഴുത്തും കാര്യങ്ങളും, പിറകില് ബാച്ച് കോഡും കാര്യങ്ങളും, ഇൻഗ്രീഡിയന്റും മെയ്ഡ് ഇൻ കുവൈറ്റ്, മുകളിൽ ഗിസ എന്ന ലോഗോയും കാണാം. ഇത്രയേ ഉള്ളൂ ബോക്സിനെ കുറിച്ച് പറയാം. നല്ല പ്രീമിയം ബോക്സ് ആണ്. അൺബോക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ബോട്ടിൽ. ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ഒരു ജെറ്റ് ബ്ലാക്ക് കളറോട് കൂടിയ ബോട്ടിൽ. കയ്യിൽ ഹോൾഡ് ചെയ്യാനും രസമുണ്ട്. മാവ്രോ 200 ml. ക്യാപ്പ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ക്യാപ്പ് തന്നെയാണ്. സ്പ്രെയർ നല്ല സ്പ്രെയർ ആണ്. ഇത്രയേ ഉള്ളൂ ബോട്ടിലിനെ കുറിച്ച് പറയാം. ഇനി ഇതിന്റെ നോട്ട് സിട്രസ് വുഡി. മെയിൻ അക്കോർഡ്സ് എന്നുള്ളത് സിട്രസ് വുഡി, വാം സ്പൈസി, സ്വീറ്റ്, സോഫ്റ്റ് സ്പൈസി, അരോമാറ്റിക്, പച്ചൂടി, ഫ്രഷ് സ്പൈസി. ടോപ്പ് നോട്ട് പറയാം. ടോപ്പ് നോട്ടിൽ കൊടുത്തുള്ള പിങ്ക് പെപ്പർ, ഗ്രേപ്പ് ഫ്രൂട്ട്, ബെർഗാമോ, ലെമൺ. മിഡിൽ നോട്ടിൽ സാഫ്രോൺ, പ്രാലിൻ, സിഡർവുഡ്, പച്ചൂലി, ടോങ്ക ബീൻ. ട്രൈ ചെയ്യട്ടെ. ഓൾറെഡി ട്രൈ ചെയ്തു. ഇവിടെ ഒരു ഓയിൽ ഇത് കണ്ടില്ലേ, എണ്ണ പോലെ പറ്റി പിടിച്ചിട്ടുണ്ട്. ഓയിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ്. നല്ല സ്പ്രെയറാണ്, ഭയങ്കര സ്പ്രെയർ. ഇത് എന്നെ പോലെ അടിപൊളി. ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഇത് എന്നെ പോലെ ഫ്രഷ് പെർഫ്യൂം ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഉറപ്പായും എടുക്കേണ്ട പെർഫ്യൂമാണ് മാവ്രോ. ഡെഫിനറ്റ് ആയിട്ട് എടുക്കുക. ഇത് ഫ്രഷ് പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. അതിലെല്ലാ നമ്മളെ തൃപ്തിപ്പെടുത്താനുള്ള എല്ലാ ഇൻഗ്രീഡിയന്റും കൂട്ടുകളും ചേർത്തിട്ടുണ്ട്. ടോപ്പ് നോട്ടിലുള്ള ആദ്യം അടിക്കുമ്പോൾ കിട്ടുന്നത് സ്പൈസി ഓപ്പണിംഗ് ആണ്. പിങ്ക് പെപ്പറും ഗ്രേപ്പ് ഫ്രൂട്ട് ഓപ്പണിംഗിൽ തന്നെ കിട്ടും. ആ ഗ്രേപ്പ് ഫ്രൂട്ടിന്റെ ഒരു മണവും, ബെർഗാമോ, ലെമൺ. നമുക്ക് ഡിലൻ ബ്ലൂ ഒക്കെ ട്രൈ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഒരു ഗ്രേപ്പ് ഫ്രൂട്ടിന്റെ മണം നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഡിലൻ ബ്ലൂ. വെർസാച്ച ഡിലൻ ബ്ലൂ ചേർത്തിരിക്കുന്ന ഒരു ഗ്രേപ്പ് ഫ്രൂട്ടിന്റെ സ്മെല്ലും, പിന്നെ ഓറഞ്ച് ബെർഗാമോ, ലെമൺ, പിങ്ക് പെപ്പർ. ഒരു പെപ്പറി ഓപ്പണിംഗ് വിത്ത് ഗ്രേപ്പ് ഫ്രൂട്ടിന്റെ ഒരു പുളിപ്പും സ്വീറ്റും മധുരവും ഒക്കെ ചേർന്നൊരു ഒരു ഫ്രഷ് ഓപ്പണിംഗ്. പിങ്ക് പെപ്പർ വിത്ത് ഫ്രഷ് നോട്ട്സ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. ഇതിൽ ഇഞ്ചിയുടെ നോട്ടും ചേർത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു എർത്തി, ഹെർബൽ, നാച്ചുറൽ സ്മെല്ല്. സിന്തറ്റിക് അല്ല, സീറോ സിന്തറ്റിക് ആണ്. അപ്പൊ സിന്തറ്റിക് ആണെന്നുള്ള ചിന്ത വേണ്ട, നാച്ചുറൽ സ്മെല്ല് തന്നെയാണ്. എവിടെയൊക്കെയോ നിങ്ങൾക്ക് സോസ്പിനോ വിബ്രാറ്റോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ ബുൾഗാരി ടൈഗർ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം വർക്കൗട്ട് ആവും. ആ ഒരു ഡയമെൻഷനിലാണ് ഈ ഒരു പെർഫ്യൂം സഞ്ചരിക്കുന്നത്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. പിന്നെ അത് ഇഷ്ടപ്പെടാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും. കാരണം ഇത് ഫ്രഷ് ആണ്. ടോപ്പ് നോട്ട് തൊട്ട് ബേസ് നോട്ട് വരെയും ഫ്രഷ് സ്മെല്ല്. ബേസ് നോട്ട് വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ആ ഒരു വിബ്രാറ്റോ അല്ലെങ്കിൽ ടൈഗറിന്റെ ഒരു മണം ഇതൊക്കെ ചേർത്ത് അല്പം ഇമ്പീരിയൽ വാലിക്സ് മിക്സ് ചെയ്ത് ഇതിപ്പം 2-3 പെർഫ്യൂം ചേരുമ്പോൾ ഒരു മണമാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടാവുള്ള സാധ്യത കുറവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണമായത്, ഫ്രഷ് ആൻഡ് ക്ലീൻ ആയതുകൊണ്ട്. എനി വെതർ എനി സീസൺ ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂം, ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പെർഫ്യൂം. ഡ്രൈഡോണിൽ നല്ലൊരു വുഡി സ്മെല്ല്. ആ വുഡി സ്മെല്ല് എന്ന് പറയുന്നത് ഈ ബ്ലൂ ഡേ ഷാനലിന്റെ ഒരു ഡ്രൈഡോൺ പോലെ അല്ലെങ്കിൽ
ഡിലൻ ബ്ലൂവിന്റെ ഒരു ഡ്രൈഡ് ഓൺ പോലെ, അതുപോലെ തന്നെ ഡിയോർ സവാഷിന്റെ ഒരു ഡ്രൈഡ് ഓൺ പോലെ, ആംബ്രോക്സിനും ഒക്കെ ചേർന്നുള്ള ഒരു വുഡി ഡ്രൈഡ് ഓൺ, അല്പ സ്വീറ്റ്നസ് ഒക്കെ ചേർത്ത് ഇതിൽ എരിവും പുളിയും ആവശ്യത്തിന് പാകം ചേർത്ത ഒരു പെർഫ്യൂമാണ് മാവ്രോ. സ്പൈസിയാണ്, ഫ്രഷ് ആണ്. സ്പൈസസ് എന്ന് പറയുന്നത് മറ്റേ മസാലയുടെ സ്പൈസസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പിങ്ക് പെപ്പർ, അതായത് ഫ്രഷ് സ്പൈസി. നമുക്കൊരു ബെർഗാമോ, ലെമൺ, ഓറഞ്ച്, സിട്രസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്പൈസി, ഫ്രഷ് ആൻഡ് ക്ലീൻ. ഇത് ഓഫീസിൽ യൂസ് ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. ഓഫീസ് പോലെ തന്നെ വെയിലത്ത് പോകുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂമാണ്. അപ്പോൾ ഫ്രഷ്, ക്ലീൻ, ഒരു പക്ക മോഡേൺ ക്ലാസിക് ജെന്റിൽമാൻ ടൈപ്പ് പെർഫ്യൂം. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു ഏജ് ലിമിറ്റും ഇല്ല. സോ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ഗിസ മാവ്രോ. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. എനിക്കത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രഷ് പെർഫ്യൂംസിന്റെ ഒരു ടേസ്റ്റ് അറിയാവുന്നതുകൊണ്ടാണ് ഇത് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. എന്റെ അതേ സെയിം വേവ് ലെങ്ത് ഉള്ളവർക്ക് ധൈര്യമായിട്ട് അത് ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു ഫ്രഷ് പെർഫ്യൂം ഭയങ്കര ഒരു ഹൈ ക്ലാസ് ക്ലീൻ സ്മെല്ലാണ്. അതുപോലെ തന്നെ മറ്റ് പലരുടെയും കയ്യിലില്ലാത്ത ഒരു മണമാണ് ഈ ഒരു മണം. വളരെ യുണീക്കാണ്. കാരണം ഒരുപാട് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഈ ക്രീഡ് അവന്റസിന്റെയും ഡിയർ സവാഷിന്റെയും ബ്ലൂ ഡേ ഷാനലിന്റെയും ഡിയർ സവാഷിന്റെയും കൂൾ വാട്ടറിന്റെ മണമാണ് എല്ലായിടത്തും ഉള്ളത്, അല്ലെ? ക്രീഡ് അവന്റസിന്റെ മണം എല്ലാവർക്കും അറിയാം. ഇതുപോലുള്ള പെർഫ്യൂംസ് ഒക്കെയാണ് നമ്മൾ അവർ ഇരിക്കുന്ന സാഹചര്യത്തിൽ അടിച്ചിട്ട് പോകേണ്ടത്. അപ്പോൾ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും. സോ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. ഈ ഒരു പെർഫ്യൂം അടിച്ചിട്ട് കൂട്ടുകാരനെ കാണാൻ പോയി. കൂട്ടുകാരെ കാണാനല്ല, അവനൊരു പെർഫ്യൂം ഞാൻ പറഞ്ഞില്ലേ, മാൻസറ സിംഗിറ്ററെ, ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ലൊക്കേഷനിൽ പോയി. ഞാനത് അടിച്ചൊരു 5 മിനിറ്റുള്ള സ്ഥലത്തെത്തി. എന്നെ കണ്ടവൻ അവൻ പറഞ്ഞു, ഹെവി പെർഫ്യൂം ആണല്ലോ ബ്രോ എന്ന് പറഞ്ഞു. ഞാൻ ഇഷ്ടപ്പെട്ടോ, കൊള്ളാം, അടിപൊളി പെർഫ്യൂം. അപ്പോൾ ഏതാ ഇപ്പം റിവ്യൂ ചെയ്യാൻ വെച്ചിരിക്കുക, ഏതാ പെർഫ്യൂം? ഗിസ മാവ്രോ ആണോ, അന്ന് അതിന് 10 ml വേണമെന്ന് പറഞ്ഞു. അവന് ഞാൻ സത്യം ആദ്യത്തെ കോംപ്ലിമെന്റ് അവന്റെ ഭാഗത്തുനിന്നായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ പോകാൻ നേരം എൻ്റെ ഫാദറിനെ തിരക്കി ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നിരുന്നു. അപ്പൊ ഞാൻ അടിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് കുറെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ വെയിലത്തൊക്കെ പോയി കുറെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ എന്നോട് സുഖാന്വേഷണങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം, ഏത് പെർഫ്യൂമാണോ നീ അടിച്ചിട്ട് ഇറങ്ങിയത്? ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? നീ പോയിട്ട് ഇവിടെ മണം പോകുന്നില്ലല്ലോ, ഇപ്പോഴും മണം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ പറ്റുന്നില്ല. അയ്യോ, ഇപ്പോഴും മണം ഉണ്ട്, നിനക്ക് മൂക്കടഞ്ഞായിരിക്കും, ഭയങ്കര മണം. അതിനുശേഷം രാത്രിയായപ്പോൾ എൻ്റെ മുറിയിൽ ഞാൻ ഈ ഷർട്ട് തൂക്കിയിട്ടുണ്ട്. രാത്രിയായപ്പോൾ ഞാൻ ആ ഭാഗത്ത് ചെല്ലുമ്പോഴൊക്കെ എൻ്റെ മുറിയുടെ ആ ഒരു മൂലയിൽ ഈ ഒരു മണം വരുന്നുണ്ടായിരുന്നു. സോ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. നല്ലപോലെ ഇത് പ്രൊജക്ട് ചെയ്യും. ഹെവി പ്രൊജക്ഷനാണ്, ഭയങ്കര പ്രൊജക്ഷനാണ്. അത് ഞാൻ കുളിച്ചിട്ട് വന്നിട്ടും എൻ്റെ കയ്യിൽ ആ മണം ഉണ്ടായിരുന്നു. സോ ഒരു 8 മണിക്കൂർ 9 മണിക്കൂറാണ് ഇതിന്റെ ലോങ്ജിവിറ്റി. ഓഫീസിലൊക്കെ യൂസ് ചെയ്യാം. പ്രൊജക്ഷൻ ആദ്യത്തെ 3-4 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ഉണ്ട്. റെക്കമെൻഡഡ് സ്പ്രേ 10 സ്പ്രേ അടിക്കുക, ഒരു പ്രശ്നമില്ല. 10ഓ 15ഓ അടിച്ചോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ എത്രത്തോളം അടിക്കുന്നു അത്രത്തോളം ലോങ്ജിവിറ്റി കിട്ടും. 4 സ്പ്രേ അടിച്ചാൽ 4 മണിക്കൂർ, 6 സ്പ്രേ അടിച്ചാൽ 6 മണിക്കൂർ, 15 സ്പ്രേ അടിച്ചാൽ 15 മണിക്കൂർ. അങ്ങനെയാണ് ഈ ഒരു പെർഫ്യൂമിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി ഇതാര് യൂസ് ചെയ്യണം? ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നവർ, AC ഉണ്ടെങ്കിലും AC ഇല്ലെങ്കിലും ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നവർ, പുറത്ത് മാർക്കറ്റിംഗ്, ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ, ഫീൽഡ് എക്സിക്യൂട്ടീവ്സ്, സെയിൽസ് എക്സിക്യൂട്ടീവ്സ്, പിന്നെ അതുപോലെ തന്നെ അതെ ഫീൽഡിൽ ഇറങ്ങി, റോഡിൽ ഇറങ്ങി, വെയിലത്തിറങ്ങി ജോലി ചെയ്യുന്ന എല്ലാവർക്കും, മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ക്ലീൻ ആയിട്ടുള്ള സ്മെല്ല്, ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല്, ദിവസം മുഴുവൻ ഒരു ഫ്രഷ് ഫീൽ തരുന്ന ഒരു ഫ്രഷ് ക്ലീൻ സ്മെല്ല്. അപ്പോൾ ഏത് ഫീൽഡിലുള്ളവരാണെങ്കിലും ഫ്രഷ് പെർഫ്യൂം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക, വേറെ ഒന്നുമില്ല. ഇപ്പോൾ 10 ml ഡീക്കൻ ആക്കുന്നുണ്ട്, ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങണോ വേണ്ടോ നോക്കുക. നമ്മുടെ നാട്ടിൽ വില കൂടുതലാണ്. പറ്റുമെങ്കിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഡീക്കൻറ്റ് ട്രൈ ചെയ്തിട്ട് ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അവരോട് പറയുക, അവിടെ കുറച്ചും കൂടി ചീപ്പ് റേറ്റിൽ കിട്ടും. ഇവിടെ ഇത്തിരി പ്രൈസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. പ്രത്യേകിച്ച് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന എന്നെ പോലെയുള്ള ആളുകൾക്ക്, വെയിലത്ത് ഇറങ്ങേണ്ടവർക്ക്, ഒരു ക്ലീൻ നാച്ചുറൽ സിന്തറ്റിക് അല്ലാത്ത ഹൈ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള ജ്യൂസ് ഉള്ള ഒരു പെർഫ്യൂമാണ് മാവ്രോ. എനിക്കത് എക്സ്ട്രേറ്റ് ആണെന്ന് തോന്നുന്നത്, കാരണം നല്ലതുപോലെ നിൽക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് എക്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആയിരിക്കണം. ബോക്സിലൊന്നും കൊടുത്തിട്ടില്ല, കാരണം നല്ലപോലെ നിൽക്കുന്നുണ്ട്. സോ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഗിവ് അവേയുടെ കാര്യം മറക്കണ്ട, നാളെ രാവിലെ 10 മണി.